പ്രിയ സുഹൃത്തുക്കളെ, ന്യൂമറിക്കൽ ഇന്റർപോളേഷൻ എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് വ്യത്യസ്ത ന്യൂമറിക്കൽ ഇന്റർപോളേഷൻ അൽഗോരിതംസ് എന്നതിനു വേണ്ടിയുള്ള സൈലാബ് കോഡ് വികസിപ്പിക്കുന്നത്. ഡാറ്റ പോയിന്റ്സ് എന്നതിൽ നിന്ന് ഫംഗ്ഷൻ എന്നതിന്റെ പുതിയ മൂല്യം കണക്കാക്കുന്നത്. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് 1204 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സൈലാബ് 5.3.3 പതിപ്പ്. ഈ ട്യൂട്ടോറിയൽ പഠിക്കുന്ന ആൾക്ക് സൈലാബിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഉണ്ടായിരിക്കണം. ന്യൂമറിക്കൽ ഇന്റർപോളേഷൻ അറിഞ്ഞിരിക്കണം. സൈലാബ് അറിയുവാൻ സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റിൽ ലഭ്യമായ സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ റഫർ ചെയ്യുക. ന്യൂമറിക്കൽ ഇന്റർപോളേഷൻ ഒരു മെത്തേഡ് ആണ്. പുതിയ ഡാറ്റ പോയിന്റ്സ് നിർമ്മിക്കുന്നു. അറിയപ്പെടുന്ന ഡാറ്റ പോയിന്റ്സുകളുടെ ഡിസ്ക്രീറ്റ് സെറ്റ് എന്നതിന്റെ പരിധിക്കുള്ളിൽ. ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് ഇന്റർപോളേഷൻ പ്രോബ്ലംസ് പരിഹരിക്കാം. ലാഗ്രാഞ്ച് ഇന്റർപോളേഷൻ നമ്മൾ പോയി n പോയിന്റ് ഒരു പോളിനോമിയൽ ഡിഗ്രി n-1 പാസ് ചെയ്യുന്നു. യൂണിക് n ഓർഡർ പോളിനോമിയൽ y ഓഫ് x കണ്ടുപിടിക്കുന്നത് വഴി ഡാറ്റ സാമ്പിളുകൾ ഇന്റർപോളേറ്റ് ചെയ്യുന്നു. നമുക്ക് 9, 9.5, 11 എന്നിങ്ങനെ നാച്ചുറൽ ലോഗരിതം എന്നിവയുടെ മൂല്യങ്ങൾ നൽകിയിരിക്കുന്നു. നമുക്ക് 9.2 എന്നതിന്റെ നാച്ചുറൽ ലോഗരിതം മൂല്യം കണ്ടെത്താം. ലാഗ്രാഞ്ച് ഇന്റർപോളേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ലാഗ്രാഞ്ച് ഇന്റർപോളേഷൻ എന്നതിനുള്ള കോഡ് നമുക്ക് നോക്കാം. ആർഗ്യുമെന്റ്സ് x, 0, x, f and n എന്നിവയോട് കൂടിയ ലാഗ്രാഞ്ച് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. x 0 എന്നറിയപ്പെടുന്ന ഇന്റർപോളേഷൻ പോയിന്റ് ആണ്. x ഡാറ്റ പോയിന്റ്സ് ഉള്ള വെക്റ്റർ ആണ്. f എന്നത് ഫംഗ്ഷൻ മൂല്യങ്ങൾ അടങ്ങുന്ന വെക്റ്റർ ആണ്. ഇത് ഡാറ്റ പോയിന്റ്സ് കാണിക്കുന്നു. n എന്നത് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്നതിന്റെ ഓർഡർ. അങ്ങനെ n എന്നതിനെ m എന്നതും വെക്റ്റർ n ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു. ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്നതിന്റെ ക്രമം സൃഷ്ടിക്കപ്പെടുന്ന നോഡ്സ് എന്നതിന്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ ലാഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും മൂല്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. L എന്നതിന്റെ മൂല്യം നേടുന്നതിനായി ന്യൂമറേറ്റർ എന്നതിന്റെയും ഡിനോമിനേറ്റർ എന്നതിനെയും ഭാഗിക്കുന്നു. തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റിലെ y ഫംഗ്ഷന്റെ മൂല്യം കണ്ടെത്തുവാൻ നമ്മൾ L ഉപയോഗിക്കുന്നു. അവസാനമായി നമ്മൾ L എന്നതിന്റെയും f of x എന്നതിന്റെയും മൂല്യം പ്രദർശിപ്പിക്കുന്നു. നമുക്ക് ഫയൽ സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഉദാഹരണം, പ്രശ്നം പരിഹരിക്കുന്നതിന് സൈലാബ് കൺസോൾ എന്നതിലേക്ക് മാറുക. നമുക്ക് ഡാറ്റ പോയിന്റ്സ് വെക്റ്റർ എന്നത് ഡിഫൈൻ ചെയ്യാം. കൺസോളിൽ ടൈപ്പ് ചെയ്യുക x equal to ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് 9.0, 9.5, 11.0 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. എന്നിട്ട് ടൈപ്പ് ചെയ്യുക f equal to ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് 2.1972, 2.2513, 2.3979 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. x 0 equal to 9.2 എന്ന് പിന്നീട് ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഉപയോഗിക്കാം. ടൈപ്പ് ചെയ്യുക n equal to 2. എന്റർ അമർത്തുക. ഫംഗ്ഷനെ വിളിക്കുവാൻ ടൈപ്പ് ചെയ്യുക y equal to ലാഗ്രാഞ്ച് ഓപ്പൺ പരാൻതീസിസ് x0, x, f, n ക്ലോസ് പരാൻതീസിസ്. എന്റർ അമർത്തുക. ഫംഗ്ഷന്റെ മൂല്യം y at x equal to 9.2 ആണ്. നമുക്ക് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ് നോക്കാം. ഈ മെത്തേഡിൽ ഡിവൈഡഡ് ഡിഫറൻസസ് റികർസീവ് മെത്തേഡ് ഉപയോഗിക്കുന്നു. ഇത് ലാഗ്രാഞ്ച് മെത്തേഡിനേക്കാൾ കുറഞ്ഞ അളവിൽ കമ്പ്യൂട്ടേഷൻ നമ്പറുകൾ ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഇങ്ങനെ ഒരേ തരത്തിലുള്ള ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ആണ് ലാഗ്രാഞ്ച് മെത്തേഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ് ഉപയോഗിച്ച് ഈ ഉദാഹരണം പരിഹരിക്കാം. നമുക്ക് ഡാറ്റ പോയിന്റ്സ് നൽകിയിരിക്കുന്നു. ഫംഗ്ഷൻ എന്നതിന്റെ അനുബന്ധ മൂല്യങ്ങൾ, അതായത് ഡാറ്റ പോയിന്റ്സ് എന്നത് ലഭിക്കുന്നു.
x equal to 3 എന്നതിലെ ഫംഗ്ഷന്റെ മൂല്യം കണ്ടുപിടിക്കുക. ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ് ഉപയോഗിച്ചുള്ള കോഡ് നോക്കാം. Newton underscore divided dot sci Scilab എഡിറ്ററിൽ ഫയൽ തുറക്കുവാനായി ടൈപ്പ് ചെയ്യുക. ഫംഗ്ഷൻ Newton underscore divided എന്നതിനെ ആർഗ്യുമെന്റ്സ് x, f and x0 എന്ന് വിവരിച്ചിരിക്കുന്നു. x ഒരു ഡാറ്റ പോയിന്റ്സ് അടങ്ങുന്ന വെക്ടർ ആണ്. f ആണ് അനുബന്ധ ഫംഗ്ഷൻ വാല്യൂ. x0 അജ്ഞാതമായ ഇന്റർപോളേഷൻ പോയിന്റ് ആണ്. വെക്ടറിന്റെ ലെങ്ത് കണ്ടെത്തി അതിനെ n എന്നതിന് സമമാക്കണം. a of 1 വെക്ടർ എന്നത് തുല്യമാണ്. നമ്മൾ ഡിവൈഡഡ് ഡിഫറൻസ് അൽഗോരിതം ഉപയോഗിച്ച് ഡിവൈഡഡ് ഡിഫറൻസ് ടേബിൾ കണ്ടുപിടിക്കുന്നു. ന്യൂട്ടൺ പോളിനോമിയൽ എന്നതിന്റെ കോഎഫിഷ്യന്റ് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഡാറ്റ പോയിന്റിൽ ഫംഗ്ഷൻ എന്നതിന്റെ മൂല്യം കണ്ടുപിടിക്കുവാൻ നമ്മൾ കോഎഫിഷ്യന്റ് ലിസ്റ്റ് ഉപയോഗിക്കുന്നു. Newton underscore divided dot sci എന്ന ഫയൽ സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. Scilab കൺസോൾ എന്നതിലേക്ക് മാറുക. C എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് സ്ക്രീൻ മായ്ക്കുക. എന്റർ അമർത്തുക. ഡാറ്റ പോയിന്റ്സ് വെക്ടർ എന്റർ ചെയ്യാം. ടൈപ്പ് ചെയ്യുക x equal to ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് 2, 2, 0.5, 3.2, 5, 4 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. പിന്നീട് ഫംഗ്ഷന്റെ മൂല്യം ടൈപ്പ് ചെയ്യുക. f equal to ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് 0.5, 0.4, 0.3, 0.77, 0.25 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. ടൈപ്പ് ചെയ്യുക x0 equal to 3. എന്റർ അമർത്തുക. ടൈപ്പ് ചെയ്ത ഫംഗ്ഷൻ എന്നത് വിളിക്കുക. p equal to Newton underscore divided open parenthesis x, f, x0 close parenthesis. എന്റർ അമർത്തുക. y at x equal to 3 എന്നതിന്റെ മൂല്യം കാണിച്ചിരിക്കുന്നു. നമുക്ക് ഈ ട്യൂട്ടോറിയലിനെ സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ ഇന്റർപോളേഷൻ മെത്തേഡിനു വേണ്ടി Scilab കോഡ് വികസിപ്പിക്കുവാൻ നമ്മൾ പഠിച്ചു. ഡാറ്റ പോയിന്റിൽ ഫംഗ്ഷൻ എന്നതിന്റെ മൂല്യം കണ്ടുപിടിക്കുവാനും നമ്മൾ പഠിച്ചു. Lagrange മെത്തോഡ് ആൻഡ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് മെത്തോഡ് ഉപയോഗിച്ച് നിങ്ങളുടേതായ പ്രോബ്ലം സോൾവ് ചെയ്യുക. ചുവടെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമാണ്. IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.